അയണിങ് പ്രൊസീജിയർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി. ഇത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു പശു നക്കിയ അവസ്ഥയിലിരിക്കുന്നു എൻ്റെ മുടി. ഇതുകൊണ്ട് എൻ്റെ അമ്മയെ എങ്ങനെ കാണിക്കും എന്നോർത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടി. ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല മടി പിടിച്ചിരിക്കുകയായിരിക്കുന്നു. വീഡിയോ ഒക്കെ എടുക്കണമല്ലോ, എഡിറ്റ് ചെയ്യണമല്ലോ, ഇതൊന്നും ചില്ലറ പരിപാടിയല്ല. തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് കാലമായി ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നാൾ നല്ല മടി പിടിച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റാക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഒരു ഹെയർ വാഷ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് അങ്ങ് എടുത്തേക്കാം എന്നോർത്തു. സോ ബിഫോർ ഐ ഗോ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദിസ് വീഡിയോ, എനിക്ക് കുറച്ച് പേരോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഓഫീസിലെ ഫ്രണ്ട്സ്, എൻ്റെ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് എനിക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല വീഡിയോ ആയിരുന്നു, നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്, നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു, ഇനിയും ചെയ്യണം, കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു. പിന്നെ കുറേ പേര് എനിക്ക് നല്ല സജഷൻസും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായ ഫ്ലോസ് എന്തൊക്കെയാണ് അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ പേര് എനിക്ക് ഐഡിയാസും സജഷൻസും ഒക്കെ തന്നു. അപ്പം ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് ഗിവിങ് മി യുവർ സജഷൻസ്. അപ്പം ഞാൻ കൂടുതൽ വെച്ച് നീട്ടിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ്. ഇത് എൻ്റെ ബുക്കാണ് കേട്ടോ. ഞാൻ ഈ ബുക്കിനകത്താണ് എന്തൊക്കെ പറയണം, എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടുന്നത് എന്നൊക്കെയുള്ള ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ എഫേർട്ട്സ് നിങ്ങൾ കാണണം. ഇത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. ഈ ബുക്കിനകത്ത് ഞാൻ ഇന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിന്റ് വൈസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ എക്സാമിന് പോലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഇരുന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന്. പക്ഷേ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ ഓർത്തു, ഞാനൊരു 2 ഇയർ ബാക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയർ വളർന്ന് ഇവിടെ വരെ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്തൊരു ഹെയറിൻ്റെ മുകളിൽ വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് എഫക്റ്റീവ് ആകില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് വളരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഏറെക്കുറെ ഇവിടെ വരെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൂടുതൽ നോക്കിയിരിക്കാൻ ഈ വയ്യ, അതുകൊണ്ട് പോയി അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഹൈദരാബാദിലുള്ള QCT മനയ സലൂണിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അവിടെ നല്ല സർവീസൊക്കെ, കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്തിൽ കൂടുതലാകുന്നു. ഒരു 1 മന്ത് 10-15 ഡേയ്സോളം ആകുന്നു. അപ്പം ഞാൻ ഒരു ടോട്ടൽ ഒരു 18 ഹെയർ വാഷസോളം ആയിട്ടുണ്ടാകും ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും 1.5 മാസത്തിൽ 18 ഹെയർ വാഷോ, അപ്പോൾ കുളിക്കുന്ന എനിക്കില്ലേ? അങ്ങനെയല്ല ഗൈസ്, ഞാൻ എന്നും തല കുളിക്കാറില്ല. ഞാൻ വീക്ക്ലി 2 or 3 ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പം ബിക്കോസ് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു, എന്നും ഹെയർ വാഷ് ചെയ്യുന്നത് ഇസ് നോട്ട് ഗുഡ് ഫോർ ഹെയർ ഹെൽത്ത്. പക്ഷേ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവരുണ്ടാവും. ബിക്കോസ് എന്നും ഹെയർ വാഷ് ചെയ്തിട്ട് നല്ല ഇടതൂർന്ന മുടിയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ ഒരു വീക്ക്ലി 3 ഡേയ്സ് ഒക്കെയാണ് മാക്സിമം ഹെയർ വാഷ് എടുക്കുന്നത്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം എനിക്ക് സലൂണിൽ അവർ സജസ്റ്റ് ചെയ്തത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യണം എന്നാണ്. ഞാൻ അത് ഓൾമോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടിപ്പോൾ. അപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ നെയിം പറയാം. ഞാൻ ചെയ്തത് സിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ പോയി ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എനിക്ക് ആക്ച്വലി ഒരു നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഹെയറിൽ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനിങ്ങനെ അവിടെ സലൂണിൽ അവരോട് ഡിസ്കസ് ചെയ്തപ്പം എനിക്ക് അവർ സജസ്റ്റ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ സിസ്റ്റീൻ എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ്. എനിക്ക് കെരാറ്റിൻ ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല, എന്തോ അറിയില്ല. പിന്നെ ബോട്ടോക്സ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് എന്താ പറയുക, സംതിങ് ദാറ്റ് ലുക്സ് നാച്ചുറൽ ആൻഡ് നോട്ട് ടു ദറ്റ് സ്ട്രെയിറ്റ് ലുക്ക്. എനിക്കത്ര ഒരു സ്ട്രെയിറ്റ്, ഒരു വടി പോലെ നിൽക്കുന്ന ലുക്ക് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവരെനിക്കത് സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഒരു 1 വീക്കോളം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസും ഗൂഗിളിലും കുറേയൊക്കെ ഇങ്ങനെ നോക്കി വായിച്ചിട്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും എൻ്റെ ഹെയർ എങ്ങനത്തെ ഒരു ഹെയർ ആയിരുന്നു എന്നുള്ളത്. ലൈക്ക് ഒരു സ്ട്രെയിറ്റ് വേവി, അത്യാവശ്യം നല്ല ലെങ്തൊക്കെ ഉള്ളൊരു ഹെയർ ആയിരുന്നു. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇത് ചെയ്തത്, ഞാൻ എന്തിനാണ് മുടി വെട്ടിക്കളഞ്ഞത്, എന്തിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷേ എനിക്കത് എന്താ പറയുക, ആ ഒരു മുടിയുടെ ഫ്രിസിനെസ് കാരണം, ലൈക്ക്
അപ്പോൾ ഒരു ഹെയർ സ്റ്റൈലും എനിക്കിങ്ങനെ കംഫർട്ടബിളായിട്ട് പറ്റുന്നില്ലായിരുന്നു. നമുക്ക് ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം എനിക്ക് മുടി അഴിച്ചിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കെട്ടിവെക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. എൻ്റെ മുഖത്തിന് കെട്ടിവെക്കുന്ന സ്റ്റൈൽ ചേരത്തില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ മുടി അഴിച്ചിടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് പോകാൻ എനിക്ക് ആ ഹെയറിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും തിരിച്ച് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഫുള്ളൊരു മൊത്തത്തിൽ ഒരു കുളമായ പരുവാവും. അപ്പം അത്രയും എഫേർട്ട് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവുമല്ലോ. അപ്പം അതാണ് ഒരു മെയിൻ റീസൺ. ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്കങ്ങ് മുട്ടോളം മുടി കടന്നിട്ടാണല്ലോ നീ അഹങ്കാരമൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ മൂവിയിൽ ബിന്ദു പണിക്കർ പറയുന്ന പോലെ എനിക്ക് പൂറ്റി ഒരു മുടി ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്കിതൊരു ഭാര്യയായിട്ട് തോന്നണേ. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഫ്രിസിനെസ് ഒരു റീസണായിരുന്നു. പിന്നെ മാനേജബിൾ ആവുന്നില്ല എന്നുള്ളൊരു റീസണായിരുന്നു. പിന്നെന്താ, ഭയങ്കരമായിട്ട് ചട പിടിക്കുന്ന ഒരു പ്രശ്നം. പിന്നെ മുടി കൊഴിച്ചിൽ. ഈ ചട കാരണം ഞാൻ അത് കെയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിച്ചു. അപ്പം അങ്ങനെ കൊണ്ടുണ്ടായ കുറേ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് എന്നെ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിച്ച കുറച്ച് കുറ്റവാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതൊരു സലൂണിൽ പോയാലും, അത്യാവശ്യം പ്രീമിയം സലൂൺസിലൊക്കെ പോയാൽ അവർ നമ്മളുടെ ഹെയർ വാഷ് ചെയ്തിട്ട് എന്തൊരു പ്രൊസീജിയേഴ്സിലോട്ടും പോകത്തുള്ളൂ. ഹെയർ കട്ട് അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്, സ്പാ എന്താണെങ്കിലും ആ ഒരു പ്രൊസീജിയേഴ്സിലോട്ട് പോകത്തുള്ളൂ. അപ്പം എനിക്കിവിടെ ഹെയറിന് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടായതുകൊണ്ട് ഞാനത് ഷോർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് കട്ട് ചെയ്തിട്ടാണ് അവർ ബാക്കി ഹെയർ വാഷ് പ്രൊസീജിയേഴ്സിലോട്ടൊക്കെ പോയത്. എനിക്കിനി ഒരു അടുത്ത 1-2 ആഴ്ചത്തേക്ക് കുളിക്കണ്ട എന്നുള്ള രീതിയിലാണ് പുള്ളി എൻ്റെ മുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തന്നത്. ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ആ ഹെയർ ഡ്രൈ ചെയ്യും. അതിൽ ഒരു തരി പോലും വെറ്റ്നസ് ഇല്ലാത്ത രീതിയിൽ അത് ഡ്രൈ ചെയ്തിട്ടാണ് അതിലേക്ക് ഈ ക്രീം ആഡ് ചെയ്യുന്നത്. ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവർ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ ഈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറില്ല. ഈ സ്കാൽപ്പിൽ നിന്ന് ഒരു ഇഞ്ച് ഡിഫറൻസ് വിട്ടിട്ടായിരിക്കും അവർ ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് അത് നമ്മളുടെ ഹെയറിൻ്റെ ടിപ്പ് വരെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പിന്നീട്. എന്നിട്ട് കുറച്ച് നേരം, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 30 to 40 മിനിറ്റ്സിനിടയിൽ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് റൂട്ട് ടു ടിപ്പ് വരെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ആക്ച്വലി എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ആ പ്രോട്ടീൻ കോട്ടിങ് മുടിയിൽ നന്നായിട്ട് ഫിക്സേറ്റ് ചെയ്ത് ഇരിക്കാനായിട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. എന്താ പറയുക, ആ ഒരു അയണിങ് പ്രൊസീജിയർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി. ഇത് കണ്ടപ്പോൾ എനിക്കിനി എന്ത് ചെയ്യണം, എൻ്റെ മുടി ഇവിടെ ഫുൾ ചപ്പിയിട്ട് നീണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെ അത്രയും സ്ട്രെയിറ്റ് ലുക്ക് വേണ്ട. പിന്നെ അതേപോലെ തന്നെ മുടിയിൽ നല്ല ഓയിലി ഫീല്. അപ്പം എനിക്കിത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു പശു നക്കിയ അവസ്ഥയിലിരിക്കുന്നു എൻ്റെ മുടി. ഞാനിതുകൊണ്ട് എൻ്റെ അമ്മയെ എങ്ങനെ കാണിക്കും എന്നോർത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കണം എന്നുണ്ട്. പുള്ളിയാണെങ്കിൽ ഹിന്ദിയിലാണ് കൂടുതൽ കംഫർട്ടബിൾ. ഇംഗ്ലീഷ് പുള്ളിക്ക് അറിയാം, ബട്ട് ഇങ്ങോട്ടും പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങോട്ട് പിടികിട്ടിയെന്ന് വരില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ പുള്ളിയോട് ചോദിച്ചൊപ്പിച്ചു. അപ്പോൾ പുള്ളിക്ക് കാര്യം പിടികിട്ടി. പുള്ളി പറഞ്ഞു, ഇതല്ല ഫൈനൽ ലുക്ക്, പേടിക്കണ്ട, ഇത് കഴിഞ്ഞ് ഇനി ഒരു ഹെയർ വാഷ് വരുന്നുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് ഫൈനൽ ലുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ വാഷും കൂടെ കഴിഞ്ഞു. ഹെയർ വാഷ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് വേണ്ടുന്ന ഹെയർ കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കേർട്ടൻ ബാങ്ക്സ് പോലെ ഇവിടെ ഇങ്ങനെ വരണം എന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് വലിയ ഫേസ് ആയതുകൊണ്ട് എനിക്ക് മുടി ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വീണാലേ ഒരു എന്താ പറയുക, മുഖത്തിനൊരു ഭംഗിയുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ ഹെയർ കട്ട് കൂടെ കഴിഞ്ഞ് പുള്ളി എനിക്കതൊന്ന് ഹെയർ സെറ്റ് ചെയ്തിട്ട് തന്നു. ആ സെറ്റ് ചെയ്ത് ഇട്ടതുകൂടെ കണ്ടപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിന്ന് ഒന്ന് തണുത്തത്. അതുവരെ ഞാനിങ്ങനെ എന്താ പറയുക, തീക്കുള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ലൈക്ക് ഉള്ള ഹെയർ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ അവസ്ഥയെന്ന് ഒരു പിടുത്തവും ഇല്ല, ഫൈനൽ ലുക്ക് കാണാതെ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. ഇപ്പം ശരിക്കുള്ള ഹെയർ ഇതാണ് ഒരു ആഫ്റ്റർ 18 വാഷസ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാകും ഒരു 100% സ്ട്രെയിറ്റ് ലുക്ക് അല്ല അതിന്. അപ്പം ഞാനത് അവരോട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഫുള്ളി സ്ട്രെയിറ്റ് ലുക്ക് വേണ്ട, എനിക്കൊരു ചെറിയൊരു വേവിനെസ് കിട്ടണം ഹെയറിൽ. അപ്പോൾ ഒരു 70% ഒരു സ്ട്രെയിറ്റ് ലുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സംഭവം ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് ചോദിച്ച കൂട്ടത്തിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഹെയർ ട്രീറ്റ്മെൻറ്റും വേറെ ഹെയർ ട്രീറ്റ്മെൻറ്റും തമ്മിൽ എനിക്ക് തോന്നിയിട്ടുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഞാനാകെ ഇതെൻ്റെ 2ാമത്തെ ഹെയർ ട്രീറ്റ്മെൻറ്റാണ്. ആദ്യം ഞാൻ ചെയ്തത് വേറൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ പേര് ആക്ച്വലി VRDS എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. അത് വേറെ എവിടെയും ഞാൻ ആക്ച്വലി കേട്ടിട്ടില്ല.
അത് ഞാൻ പോയി ചെയ്യുന്നത് ട്രിവാൻഡ്രത്തെ ഫെയർ സലോണിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ വേറെ എവിടെയും കേട്ടില്ല. സോ എനിക്കത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എനിക്ക് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ നോക്കാൻ നിന്നില്ല. അന്ന് ഞാൻ അത്ര അങ്ങോട്ട് കെയർ ചെയ്തിരുന്നില്ല എന്ത് ട്രീറ്റ്മെൻറ്റാണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന്. അത് ആക്ച്വലി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലുക്ക് തന്നെയായിരുന്നു. എനിക്കൊരു 100% സ്ട്രെയിറ്റ് ലുക്ക് എനിക്ക് അതിലും കിട്ടിയില്ല. ബട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത്. ആ ട്രീറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാനാണെങ്കിൽ എനിക്ക് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. രണ്ടും വലിയ വ്യത്യാസം എനിക്ക് പറയത്തക്ക രീതിയിലൊന്നും തോന്നിയില്ല. അത് കുറച്ചുകൂടി സ്ട്രെയിറ്റായിട്ട് താഴെ വരുമ്പോൾ ഒരു വേവി ലുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ഒത്തിരി സ്ട്രെയിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ ഒരു ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിർത്തിയിട്ട് എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ലുക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നത്. കെരാറ്റിൻ, ബോട്ടോക്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഞാൻ ആക്ച്വലി അത് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കെരാറ്റിനിൽ ആക്ച്വലി ഫൊമാൽഡിഹൈഡ് പോലെയുള്ള എന്തോ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഹെയർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പിന്നെ ഇത് അത്ര പഞ്ചൻ്റായിട്ടുള്ളൊരു കെമിക്കൽ അല്ലെങ്കിൽ പോലും ഇതും ഒരു കെമിക്കലാണ്. സിസ്റ്റീൻ ആൻഡ് ഗ്ലയോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന 2 കോണ്ടൻ്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ബോട്ടോക്സ് ഞാൻ കേട്ടിട്ടുള്ളത്. ബോട്ടോക്സ് ആക്ച്വലി കുറച്ച് ഓയിൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ബോട്ടോക്സ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ബോട്ടോക്സ് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അത് കുറച്ചുകൂടി ഹെയർ കണ്ടീഷൻ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്, കെമിക്കൽസിനേക്കാളും. ഞാൻ എന്തുകൊണ്ട് ബോട്ടോക്സ് ചെയ്തില്ല എന്നുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സ്കാൽപ്പ് ഓൾറെഡി ഓയിലിയാണ്. അപ്പം എനിക്ക് ഇപ്പം 2 ദിവസം തല നല്ല ഫ്രഷായിട്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ശേഷം 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പതുക്കെ തലയിൽ നിന്ന് നല്ല ഓയിൽ സെക്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം എനിക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുടി അല്ലെങ്കിൽ സ്കാൽപ്പ് മൊത്തത്തിൽ ഓയിലിയായി പോകും എന്നുള്ളൊരു കാരണം എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിവ്യൂ ചോദിച്ചപ്പം സെയിം ഒപ്പീനിയനാണ് എനിക്ക് കിട്ടിയത്. ബോട്ടോക്സ് ചെയ്തപ്പോൾ ഹെയർ നന്നായിട്ട് ഓയിലി ആകുന്ന പോലെ ഫീൽ ചെയ്തു എന്ന് തോന്നി, ഓയിലി സ്കാൽപ്പുള്ളവർക്ക്. ഞാൻ അതുകൊണ്ടാണ് ബോട്ടോക്സ് ചൂസ് ചെയ്യാതിരുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ഉള്ളൊരു കൺസേൺ ആണ് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അങ്ങനെയുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഇതുവരെ ചെയ്ത ട്രീറ്റ്മെൻറ്റ്സിലൊന്നും താങ്ക് യു എനിക്ക് അങ്ങനെ ചെയ്ത ട്രീറ്റ്മെൻറ്റ്സിലൊന്നും പ്രത്യേകിച്ച് ഹെയർ ഫോൾസോ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ആഫ്റ്റർ കെയർ നല്ലപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെയർ കുറച്ച് നാളിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ചില ട്രീറ്റ്മെൻറ്റ്സിന് ഒരു പ്രോട്ടീൻ സ്പാ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യും. അപ്പം എനിക്ക് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് പ്രോട്ടീൻ സ്പാ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അത് അത്യാവശ്യം ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എനിക്ക് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു അത് റെക്കമെൻഡ് ചെയ്തു. അത് മസ്റ്റാണെന്ന് പറഞ്ഞു. വീക്ക്ലി ഓൾട്ടർനേറ്റ് ഡേയ്സിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്ത് മുടി കഴുകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓയിൽ ചെയ്യാം, എനിക്ക് സ്കാൽപ്പിൽ ഓയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു ഫസ്റ്റ് 20 ഡേയ്സിൽ ഓയിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ശേഷം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എനിക്ക് ഓയിൽ ചെയ്ത് മുടി വാഷ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കും പേഴ്സണലി തോന്നിയ കുറച്ച് കൺസേൺസ് ആണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് യൂട്യൂബിലും അങ്ങനെ എന്താ പറയുക വീഡിയോസും കുറേ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇയർലി 1 or 2 അത്രേ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതിൽ കൂടുതലും നമ്മൾ പോയി ചെയ്യാണ്ടിരിക്കുക. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇയർലിയും അല്ല, ഞാനൊരു 2 ഇയറിൽ വൺസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി 2022 ആദ്യമായിട്ട് എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ഒക്ടോബറിൽ. പിന്നീട് ഞാനിപ്പോൾ ചെയ്യുന്നത് 2024 ഒക്ടോബറിൽ തന്നെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എക്സാക്ട്ലി 2 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ മുടി ഇങ്ങനെ വളർന്നിറങ്ങുമ്പോൾ ആ ഒരു എന്താ പറയുക രണ്ടും രണ്ട് ടെക്സ്ചറിലിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. ബട്ട് സ്റ്റിൽ ആ ബുദ്ധിമുട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഹെൽത്ത്. സോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുക. സോ ഇതിങ്ങനെയാണ് എൻ്റെ ഹെയർ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഓരോ ഹെയർ വാഷ് കഴിയും തോറും നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഗ്ലേസിനെസ് കുറഞ്ഞു വരും. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഒട്ടുമിക്ക പേരുടെയും കൺസേൺസ് ഞാൻ ഇതിലൂടെ അഡ്രസ്സ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ എനിക്കത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അതല്ലെങ്കിലും കൂടുതലും യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒരുപാട് പേര് ചെയ്ത് 1-2 വീഡിയോ കണ്ട് നമ്മളൊന്നും ഉറപ്പിക്കരുത്. അപ്പം കുറേ വീഡിയോസ് കണ്ട് പലരുടെയും ഒപ്പീനിയൻസ് അവരുടെ ഹെയർ ദെൻ ആൻഡ് നൗ ഒക്കെ കണ്ടിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ നമുക്ക് ഇത് വേണം എന്ത് വേണം. പിന്നെ പലരും പലതും പറയുമെങ്കിലും നമ്മളുടെ ഹെയറിന് എന്താണ് വേണ്ടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലൈക്ക് ഇപ്പം ഒരാൾ ബോട്ടോക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളും പോയി ബോട്ടോക്സ് ചെയ്താൽ ചിലപ്പോൾ നമുക്കത് ശരിയാവണം എന്നില്ല. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ബെറ്ററായിട്ട് ഉള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ഹെയർ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മളുടെ സ്കാൽപ്പ് കണ്ടീഷനും ഒക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്താ പറയുക ചൂസ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1-2 വീഡിയോയിൽ ഒതുങ്ങാതെ ഒരുപാട് വീഡിയോസും സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ കണ്ട് നമ്മളുടെ ഹെയറിന് എന്ത് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം പോയി ചെയ്യാനായിട്ട്. ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നമുക്കൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയതായിട്ട് തോന്നരുതല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലത്തെയുള്ള വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ വളരാൻ അനുവദിക്കണം. എന്നിട്ട് ആ സൈഡിലുള്ള ഒരു ബട്ടണുണ്ടല്ലോ, സബ്സ്ക്രൈബ് ബട്ടൺ, അതങ്ങോട്ടൊന്ന് ഞെക്കി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണോടും ഉണ്ട്, അതുകൊണ്ടൊന്ന് ഞെക്കി ഇങ്ങോട്ട് പൊട്ടിക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. All of you guys have a very great day. Bye. Love you. എനിക്ക് ലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ പല രീതിക്ക് ലൈറ്റ് സെറ്റാക്കി തരുന്നുണ്ട് ഒരാൾ കേട്ടോ. കൊള്ളാം, അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇത് എൻ്റെ ഇതിനു വേണ്ടി ഇത് ഉള്ളൊരു ഇതാണ് കേട്ടോ. ഇതെൻ്റെ Why are you standing like that? It's scaring me. I'm not getting words to say. കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് കൊഞ്ഞണം കുത്തുന്നു ഗൈസ്, കൊഞ്ഞണം കുത്തുന്നു.